ഹായ് ഈസി മേക്കറിൻ്റെ ഈസി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഡാൽഗോണ കോഫീനെ കുറിച്ചാണ്. ഡാൽഗോണ കോഫി എന്ന് പറഞ്ഞാൽ ബീറ്റൻ കോഫി, വിബ്ഡ് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷമാണ് ഇതിന് ഡാൽഗോണ കോഫി എന്ന് പേരുന്നത്. ഒരു കൊറിയക്കാരന് മക്കാവിലങ്ങാൻ പോയിട്ട് അത് കുടിച്ച സമയത്ത് ടേസ്റ്റ് വന്നിട്ട് ഓല നാട്ടിലുള്ള ഒരു പേരിട്ടതാണ് ഡാൽഗോണ കോഫി എന്ന്. അപ്പോൾ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പൊതുവേ യൂട്യൂബിൽ ടിക്ടോക്കിലൊക്കെ മൊത്തം വൈറലായി. ഇപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ഡാൽഗോണ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കിയ പല ആൾക്കാരും പറയാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ ആദ്യം ഈ കോഫി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കോഫി ഉണ്ടാക്കിയതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതല്ല കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മളെങ്ങനെ കോഫി ഉണ്ടാക്കാമെന്ന് ആദ്യം കാണാം. വരും. അപ്പോൾ നമുക്ക് ഇതിന് ആകെ ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് പാൽ ഇത്രയും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നമുക്കൊരു 3/4 ഗ്ലാസിൻ്റെ പാലേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇച്ചിരി പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തെന്നുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൂ കോഫിയാണ്. നെസ്കഫേൻ്റെതോ ബ്രൂവിൻ്റെതായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറുമാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ഈ ബ്രൂ കോഫിയുടെ ഇൻസ്റ്റൻറ്റ് കോഫി 2 സ്പൂണാണ്. ഈ സ്പൂണാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളൂലല്ലോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഈ ഗ്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന 3 ഒരേ അനുപാതത്തിലാണ് എടുക്കുന്നതിൻ്റെ അതേ അനുപാതത്തിൽ പഞ്ചസാരയും 2 സ്പൂൺ ഇടണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം കൂടെ അതേ അനുപാതത്തിൽ 2 സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് ഇളക്കുകയാണ് വേണ്ടത്. ഞാനിത് നാടൻ ഡാൽഗോണ കോഫി എന്ന് പറയാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. ഞാനിത് സാധാ കൈകൊണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പ്രത്യേകിച്ച് ചെയ്യണം ഞാനുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ നാടൻ എന്നുള്ള പേര് പറയാൻ കാരണം. ഇത് സാധാരണ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ട സംഗതിയാണ്. കാരണം ബീറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് ബീറ്റൻ കോഫി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിലേറെ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ കോഫീൻ്റെ കളർ മാറിയിട്ട് ഏകദേശം ഈ കളറിലേക്ക് അങ്ങനെ മാറി വരുന്ന കാണാൻ പറ്റും. കളർ മാത്രമല്ല, ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് അത് മാറി വരുന്ന കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ പേസ്റ്റ് രൂപത്തിലായതിനു ശേഷമാണ് നമ്മളിത് അതിൻ്റെ മേലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഡാൽഗോണ കോഫീൻ്റെ മിക്സ് ഇതിങ്ങനെ അടിച്ചെടുക്കുന്ന ഒരേ അനുപാതത്തിൽ എടുത്തിട്ട് അതങ്ങനെ അടിച്ച് പേസ്റ്റാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഒരു 3/4 ഗ്ലാസോളം പാലൊഴിച്ചതിന് ശേഷം നമ്മളതിൻ്റെ മേലെയാണ് നമ്മൾ ഈ കോഫി ഇട്ട് കൊടുക്കുന്നത്. പാലെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുള്ള പാലെടുക്കാം, പിന്നെ സാധാ തണുത്ത പാലെടുക്കുക, അല്ലെങ്കിൽ പാലിൽ ഐസ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്താൽ മതി. 3/4 ഗ്ലാസോളം പാലൊഴിച്ചതിന് ശേഷം നമ്മൾ മേലെ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഡാൽഗോണ കോഫി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. പേര് പോലെ അത്രയും റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അടിക്കുന്ന കുറച്ച് സമയം കൂടുതൽ അടിക്കേണ്ടി വരുന്നുള്ളൂ. നമ്മൾ കൈ കൊണ്ടാണ് അടിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ സമയം അടിക്കേണ്ടി വരുന്നുള്ളൂ. സിമ്പിൾ. അപ്പോൾ കോഫി ഉണ്ടാക്കണങ്ങൾ കണ്ടില്ലേ. ഇനി എനിക്ക് പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, പൊന്നാര ചങ്ങായിമാരെ പെരും കയ്പ്പാണത്. കുടിച്ചാകട്ട് കൊല്ലിക്കൂടെ ആകട്ടെ ഇറങ്ങൂല, അജ്ജാതി കയ്പ്പാണ്. അപ്പോൾ കയ്പ്പ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും കോഫീൻ്റെ ടേസ്റ്റ് അതാണ്, കയ്പ്പ് തന്നെയാണ്. ആ കാപ്പുച്ചിനോ ഒക്കെ കുടിക്കുന്ന പോലെ തന്നെയാണ് എക്സ്പ്രസ് കോഫി, കാപ്പുച്ചിനോ ഒക്കെ കുടിക്കും പോലെ തന്നെയാണ് ഈ ഡാൽഗോണ കോഫി. നല്ല കയ്പ്പാണ്. അപ്പോൾ ആ കയ്പ്പ് സഹിച്ചിട്ട് കുടിക്കാൻ പറ്റുന്നുള്ളവർ മാത്രം അത് ഉണ്ടാക്കിയാൽ മതി. അത് പൊതുവേ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആരും അത് കയ്പ്പാണെന്ന് പറയുന്നില്ല. അതിനെക്കുറിച്ച് ഒരു കോഫിനെ കുറിച്ച് ധാരണ അല്ലാതെ നമ്മൾ സാധാ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കോഫിയാണെന്ന് കരുതിയിട്ട് അത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇതിൽ ചെന്നപ്പെടുന്നത്. എല്ലാവർക്കും ഒരു പക്ഷേ ആ ടേസ്റ്റ് പറ്റിക്കൊള്ളുന്നില്ല. അത് മാത്രമല്ല, ശരിക്കും അത് ആ കോഫിയൊക്കെ നമ്മൾ കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാവിൻ്റെ ടേസ്റ്റിന് മാത്രമല്ല, ആ കോഫി പറഞ്ഞാൽ ഒരു ഉന്മേഷം കൂടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ കാപ്പുച്ചിനോ, എക്സ്പ്രസ് കോഫി, അതുപോലെ തന്നെ ഈ ഡാൽഗോണ കോഫിയൊക്കെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രം ഇതിനെ കാണാൻ പാടുള്ളൂ. അത് ടേസ്റ്റ് കയ്പ്പാണ്, പക്ഷേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉന്മേഷത്തിനുള്ള കോഫിയാണ്. അപ്പോൾ ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഈ കോഫി പരീക്ഷിച്ചാൽ മതി. അല്ലാതെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ കയ്പ്പങ്ങ ഉണ്ടല്ലോ, അത് കയ്പ്പാണ്. അത് നമ്മൾ മധുരമാണ് വിചാരിച്ചിട്ട് കയ്പ്പങ്ങ കഴിച്ചിട്ട് കാര്യമില്ല. അതേപോലെ അത് കയ്പ്പാണ് ടേസ്റ്റ്. അപ്പോൾ അത് ഉന്മേഷത്തിന് വേണ്ടിയിട്ട് കോഫി കുടിക്കുന്ന പോലെ കുടിച്ചാൽ മതി, അല്ലാത്തവരിത് പരീക്ഷിക്കണ്ട. ഇനി അഥവാ നിങ്ങളിത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി എന്താ ചെയ്യേണ്ടത്? കുറച്ചുകൂടെ പാല്, 1, 2, 3 ഗ്ലാസ് പാൽ വയ്ക്കാൻ മാത്രം അതിൽ കോഫി പൊടി ഉണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാ നോർമൽ കോഫി ഇട്ടത് കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എൻ്റെ കൊല്ലി കൂടെ അത് ഇറങ്ങണില്ല, തുപ്പിയൊക്കെയാണ്. ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പാലും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കോഫി ആക്കി മാറ്റിയേക്കാണ്.
അപ്പോൾ നിങ്ങൾക്കും അതുപോലൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാം. അതല്ല അതിൻ്റെ ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കോഫി ആയിട്ട് പരീക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഈ കോഫി തന്നെ തിരഞ്ഞെടുത്ത് കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പിന്നെ കയ്പ്പാണെങ്കിൽ ഈ കോഫി തന്നെ തിരഞ്ഞെടുത്ത് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ആ ടേസ്റ്റ് പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പൊതുവെ ആൾക്കാർ അതിൻ്റെ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് കണ്ടു. പക്ഷേ എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. ഞാനത് കുടിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. പൊതുവേ ക്യാപ്പുച്ചിനോൻ്റെ അല്ലെങ്കിൽ ഈ എക്സ്പ്രസ് കോഫീൻ്റെ ഈ കോഫീൻ്റെ ഒക്കെ ടേസ്റ്റ് കയ്പ്പ് തന്നെയാണ്. അപ്പോൾ ആ കയ്പ്പാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്തെന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട്, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തതിന് ശേഷം കമൻറ്റുകൾ എഴുതാൻ മറക്കരുത്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയതിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.